11-1 നിയമന യോഗ്യതയിൽ ഇളവ് വരുത്തിയതോടെ 10ാം ക്ലാസ് പാസ്സായവർക്ക് റെയിൽവേയിൽ വിപുലമായ അവസരങ്ങളാണ് ഒരുങ്ങുന്നത്. 32,000 തസ്തികകളിലേക്ക് റെയിൽവേ അപേക്ഷ ക്ഷണിക്കാനിരിക്കവെയാണ് അപേക്ഷകർക്കിനി ITI NIC യോഗ്യത നിർബന്ധമല്ല എന്ന ബോർഡിന്റെ നിർണായക തീരുമാനം. 11-1 നിയമനങ്ങൾക്ക് 10ാം ക്ലാസ്സിന് പുറമെ ITI അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരുന്നു. ഈ യോഗ്യതയിലാണ് ഇളവ് വരുത്തിയിരിക്കുന്നത്. പുതിയ റിക്രൂട്ട്മെന്റിന് ഓൺലൈൻ അപേക്ഷാ വിൻഡോ തുറക്കുന്നത് 23 മുതൽ ഫെബ്രുവരി 22 വരെയാണ്. റെയിൽവേയുടെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, എഞ്ചിനീയറിംഗ്, സ്റ്റോർ, സിഗ്നൽ തുടങ്ങിയ വിഭാഗങ്ങളിലായി 15ലധികം സാങ്കേതിക സഹായികളുടെ തസ്തികയിലേക്കാണ് നിയമനം. അതേസമയം റെയിൽവേയുടെ തീരുമാനം ITIകളുടെ പ്രസക്തി കുറയ്ക്കുന്നുവെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഒഴിവുള്ള തസ്തികകളിൽ ചിലത് ഇങ്ങനെയാണ്: വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ്, ഡീസൽ ഓർ ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ്, പോയിന്റ്സ്മാൻ, ട്രാക്ക് മെയിന്റനേഴ്സ്, സിഗ്നൽ അസിസ്റ്റന്റ്. ഇതിന്റെ തുടക്ക ശമ്പളം 18,000 രൂപ മുതലാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. അതേസമയം ട്രെയിൻ യാത്രക്കാരെ സംബന്ധിച്ച് ഏറെ ഉപകാരമുള്ള ആപ്പാണ് വേർ ഈസ് മൈ ട്രെയിൻ ആപ്പ്. ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്നും കോച്ച് എവിടെയൊക്കെയാണ് എന്നതുമൊക്കെ ഈ ആപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. KMRL മെട്രോയിലും ഈ സേവനം ലഭ്യമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. മെട്രോ യാത്രക്കാരുടെ എണ്ണം കുതിച്ചുയർന്നതോടെയാണ് വേർ ഈസ് മൈ ട്രെയിൻ ആപ്പിലും ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇതുവഴി മെട്രോ ഓരോ സ്റ്റേഷനിലും എപ്പോൾ എത്തുമെന്ന് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഈ ആപ്പ് ഫോണിലുള്ളവർ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ സേവനം ലഭ്യമാകുകയുള്ളൂ. ആപ്പിന്റെ ഇടതുവശത്ത് 3 വര കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. ശേഷം സിറ്റി കൊച്ചി തിരഞ്ഞെടുക്കുക. ഇതിൽ എക്സ്പ്രസ്, മെട്രോ ഓപ്ഷനുകൾ കാണാം. മെട്രോ തിരഞ്ഞെടുത്ത് ഫൈൻഡ് ട്രെയിൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ അടുത്ത ട്രെയിൻ എപ്പോഴാണ് എന്നറിയാൻ സാധിക്കും. അതേസമയം ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള നടക്കുന്നത്. ലോകത്തിലെ തന്നെ പല ഇടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഈ സമയം ഉത്തർപ്രദേശ് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി എത്തുന്നത്. തീർത്ഥാടകരുടെ തിരക്ക് മാനിച്ചുകൊണ്ട് വൻ പദ്ധതികളാണ് ഇത്തവണ റെയിൽവേ ആസൂത്രണം ചെയ്യുന്നത്. 1609 കോടിയുടെ പദ്ധതികളാണ് പ്രയാഗ്രാജിലും വാരണാസി ഉൾപ്പെടെ പ്രധാന സ്റ്റേഷനുകളിലും നടപ്പിലാക്കുന്നത്. 1400 CCTV ക്യാമറകളും 200 ഫേസ് റെക്കഗ്നൈസിംഗ് ക്യാമറകളും സ്റ്റേഷനുകളിൽ സജ്ജമാക്കി കഴിഞ്ഞു. പ്രയാഗ്രാജ് ജംഗ്ഷൻ സ്റ്റേഷനിലെ സർവൈലൻസ് റൂമിൽ 24 മണിക്കൂറും നിരീക്ഷണ സംവിധാനം സജ്ജമാണ്. കുംഭമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേക ട്രെയിൻ സർവീസുകൾ റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 13,000-ലേറെ ട്രെയിനുകൾ രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും സർവീസ് നടത്തും. 2025 മഹാകുംഭമേളയോടനുബന്ധിച്ച് 10,000 റെഗുലർ ട്രെയിനുകളും 3,000 സ്പെഷ്യൽ ട്രെയിനുകളും സർവീസ് നടത്തും. ഈ 3,000 സ്പെഷ്യൽ ട്രെയിനുകളിൽ 1,800 ട്രെയിനുകൾ ഹ്രസ്വദൂരത്തിനും 700 ട്രെയിനുകൾ ദീർഘദൂരത്തിനും 560 ട്രെയിനുകൾ റിംഗ് റെയിൽ ലൈനിലും സർവീസ് നടത്തും. പ്രയാഗ്രാജ്, അയോധ്യ, വാരണാസി പ്രയാഗ്രാജ്, പ്രയാഗ്രാജ് സംഗം പ്രയാഗ്, ജൗൻപൂർ പ്രയാഗ്രാജ്, ഗോവിന്ദ്പുരി പ്രയാഗ്രാജ്, ചിത്രകൂട് ഗോവിന്ദ്പുരി, ഝാൻസി ഗോവിന്ദ്പുരി പ്രയാഗ്, പൂർമാണി ഖബൂർ, ചിത്രകൂട് ഝാൻസി എന്നീ റൂട്ടിലൂടെയാകും റിംഗ് റെയിൽ സർവീസ് നടത്തുക. 10 സ്റ്റേഷനുകളിലായി 560ഓളം ടിക്കറ്റ് കൗണ്ടറുകളും റെയിൽവേ തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം 10 ലക്ഷത്തോളം ടിക്കറ്റുകൾ ഈ കൗണ്ടറിൽ നിന്ന് നൽകാൻ കഴിയും. പ്രയാഗ്രാജ് ജംഗ്ഷൻ, സുബേദർഗഞ്ച്, നൈനി, പ്രയാഗ്രാജ് ചേക്കി, പ്രയാഗ് ജംഗ്ഷൻ, ഫഫൌമൌ, പ്രയാഗ്രാജ്, രാംബാഗ്, പ്രയാഗ്രാജ് സംഘം, ജുൻസി എന്നീ സ്ഥലങ്ങളിലാണ് ടിക്കറ്റ് കൗണ്ടറുകൾ തുറക്കുന്നത്. തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് 18,000-ലധികം RPF ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കായി പ്രയാഗ്രാജിലേക്ക് എത്തിക്കുമെന്ന് നോർത്ത് സെൻട്രൽ റെയിൽവേ ജനറൽ മാനേജർ ഉപേന്ദ്ര ചന്ദ്ര ജോഷി അറിയിച്ചു. കൂടാതെ കൂടുതൽ വിശ്രമ മുറികളും വൈദ്യസഹായവും ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.